ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പ്ലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോങ്ങാട് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിലെ പ്ലാപ്പറ്റയിലാണ്. പ്ലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തെപ്പറ്റി ധാരാളം വീഡിയോകൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്കും തോന്നി ഇവിടെയൊന്ന് വരണമെന്ന്. പ്ലാപ്പറ്റ എന്ന സുന്ദരമായ ഗ്രാമത്തിലെ ഒരു മഹാക്ഷേത്രം, മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. ഐതിഹ്യങ്ങളുടെ കലവറയായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയണ്ടേ? നോക്കാം. 2011 സ്വർണ്ണാരൂഢ പ്രകാരം ഈ ക്ഷേത്രത്തിന് 3000 വർഷം പഴക്കമുണ്ടെന്നാണ് ദൈവജ്ഞർ പ്രശ്നവശാൽ കണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ 3000 വർഷം മുമ്പ് നടന്ന യാഗഭൂമിയിലെ ഹോമകുണ്ഡങ്ങളിലാണ്. ശിവപാർവതി, ഒക്കത്ത് ഗണപതി, അയ്യപ്പൻ, പൂർണ്ണപുഷ്കല, കിരാതമൂർത്തി എന്നിവ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. പുറത്താണെങ്കിൽ നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, ചിത്രകൂടങ്ങൾ, ദേശനാഗങ്ങൾ എന്നിവയുമുണ്ട്. കിഴക്ക് തെക്കേ മൂലയ്ക്ക് വേട്ടക്കരനെയും തെക്കേ പടിഞ്ഞാറേ മൂലയിൽ ബ്രഹ്മരക്ഷസും അതിനടുത്തായി സുബ്രഹ്മണ്യ സമേത നാഗങ്ങളും ഉണ്ട്. ചുറ്റമ്പലവും അതിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരിക്കുന്നത് 1500 വർഷം മുമ്പാണെന്ന് കരുതപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ ചില്ലോടിലായിരുന്നു ശ്രീകോവിലുകൾ. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ക്ഷേത്ര പരിസരത്തുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ഭൂപരിഷ്കരണം വരുന്നതിന് മുമ്പ് 16,000 പറ നെല്ല് പാട്ടം കിട്ടിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ നിത്യവും നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ത്രികാലപൂജ എന്നിവ നടത്തിയിരുന്നു. അന്നത്തെ താന്ത്രിക പൂജകൾക്ക് മാറി മാറി കാർമ്മികത്വം വഹിച്ചിരുന്നത് ആത്രാശ്ശേരി ത്രിവിക്രമൻ നമ്പൂതിരി, മൂർത്തേടത്ത് ശങ്കരൻ നമ്പൂതിരി, വടക്കേപ്പാട്ട് അഷ്ടമൂർത്തി നമ്പൂതിരി, കോടനാട് കൃഷ്ണൻ നമ്പൂതിരി, പാവൂട്ടിമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു. മേൽശാന്തിയായി വലിയ ശംഭു എമ്പ്രാന്തിരിയുടെ താവഴിയുടെ നേതൃത്വത്തിലുമായിരുന്നു. ഈ തന്ത്രിമുഖ്യന്മാരെല്ലാം പുലാപ്പറ്റ കുതിരവട്ടം സ്വരൂപവുമായി ബന്ധമുള്ളവരായിരുന്നു. ഈ ക്ഷേത്ര ഊരായ്മ പുലാപ്പറ്റ കുതിരവട്ടം സ്വരൂപത്തിൻ്റെ കീഴിലാണ്. സ്വരൂപത്തിലെ മൂത്ത സ്ത്രീ അംഗത്തിനായിരുന്നു, അതായത് മോക്ഷത്ത് അമ്മ നീറ്റിയാർ, ഇതിൻ്റെ ഭരണച്ചുമതല. സ്വരൂപത്തിലെ പ്രധാന ചേരിക്കല്ലുകളിലൊന്നാണ് മോക്ഷത്ത് ചേരിക്കല്ല്. ഭൂപരിഷ്കരണം വന്നതോടുകൂടി ഇതിൻ്റെ പ്രതാപം നശിക്കുകയും ക്ഷേത്ര ഊരാളന്മാരായിരുന്ന കുതിരവട്ടം സ്വരൂപത്തിലെ ആളുകൾ തുടർന്ന് ക്ഷേത്രഭരണം നിർവഹിക്കുകയുമായിരുന്നു. 2010 ഏതാനും ദേശവാസികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി ഉണ്ടാക്കുകയും കുതിരവട്ടം സ്വരൂപം ഗവേണിംഗ് ബോഡിയിലെ ആളെ കൂടി ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ച് ക്ഷേത്രഭരണം ക്ഷേത്ര കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും മാസാമാസമുള്ള വരവ് ചെലവ് കണക്ക് നോക്കുന്നതിന് വേണ്ടി ഗവേണിംഗ് ബോഡിയിലെ ഒരംഗത്തെ നിയമിക്കുകയും ചെയ്തു. ഭക്തരുടെ നിർലോഭമായ സഹകരണം കൊണ്ട് മാത്രമാണ് നല്ല നിലയിൽ ഇന്നത്തെ കമ്മിറ്റി ക്ഷേത്രഭരണം നടത്തുന്നത്. പ്രകൃതിരമണീയമായ ഈ ക്ഷേത്ര പരിസരത്തിലെ ഒരു പ്രധാന കാഴ്ചയാണ് വവ്വാലുകൾ. അപമൃത്യു സംഭവിച്ച ആത്മാക്കൾ ജന്മസുഹൃതം ലഭിക്കുന്നതിന് വേണ്ടി ശിവചൈതന്യമുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ചുറ്റുപാടും തലകീഴായി നിന്ന് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി തപസ് ചെയ്യുന്നു എന്നാണ് സങ്കല്പം. എല്ലാ ആയില്യ നാളിലും കാലത്ത് 9:30 നാഗപൂജ പാതിരാക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി, സുനിൽ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തുന്നു. നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, ശ്രീഭൂതനാഗം,
ചിത്രകൂടങ്ങൾ, അഞ്ജനമണി നാഗം, ദേശനാഗങ്ങൾ എന്നിവയാണ് നാഗക്കാവിലെ പ്രതിഷ്ഠകൾ. നോക്കൂ, എന്ത് മനോഹരമായ പ്രകൃതി! ഇത്തരം പ്രകൃതി മനോഹരമായ ക്ഷേത്രങ്ങൾ അപൂർവമാണ്. ഇന്ന് ക്ഷേത്രത്തിലെ നവീകരണത്തിൻ്റെ പേരിൽ സിമൻറ്റ് പരവതാനികൾ ഉണ്ടാക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മോക്ഷത്തെ മഹാദേവ ക്ഷേത്രത്തിൽ വരൂ, പ്രകൃതിയുടെ സൗന്ദര്യം എന്താണെന്ന് നേരിട്ടറിയൂ. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെക്കുറിച്ചറിയണ്ടേ? നോക്കാം. വില്വപത്ര സമർപ്പണം. 3 കുമ്പളത്തിൻ്റെ ഇല, അതായത് വില്ലുപത്രം എടുത്ത് പുറത്തെ പ്രദക്ഷിണ വഴിയിൽ കൂടി വേട്ടേക്കരൻകാവിനെ ചുറ്റി 5 പ്രദക്ഷിണം നിർവഹിച്ചതിന് ശേഷം പുഷ്പാഞ്ജലി ഷീട്ട് സഹിതം ശിവപാർവതിയുടെ പടിയിൽ സമർപ്പിച്ച് 11 നമസ്കാരം. പുരുഷന്മാർ സാഷ്ടാംഗവും സ്ത്രീകൾ മുട്ടുകുത്തിയും നിർവഹിക്കണം. ഉദ്ദിഷ്ടകാര്യത്തിന് ഇത് ഏറ്റവും പ്രധാനമാണ്. ഒരു ചണ്ഡികാഹോമം കഴിച്ചതിന് തുല്യമായ ഫലപ്രാപ്തി. ചതുർദശി വാരം എന്താണെന്ന് നോക്കാം. എല്ലാ വെളുത്ത ചതുർദശി നാളിലും വാരവും തലേ ദിവസം പ്രദോഷവും കൊണ്ടാടുന്നു. വാരം ദിവസം വേദം ചൊല്ലുന്ന സമയത്ത് എല്ലാ ദേവീദേവന്മാരും വേദമന്ത്രം കേൾക്കുന്നതിന് വേണ്ടി ശ്രീകോവിലിൽ സന്നിഹിതരാകുമെന്നാണ് സങ്കല്പം. ഉദ്ദിഷ്ടകാര്യസാധ്യം, പിതൃക്കളുടെ ശാപം തീർന്ന് അനുഗ്രഹം ലഭിക്കൽ, കുടുംബ ഐശ്വര്യം എന്നിവയ്ക്ക് പ്രധാന വഴിപാടാണ് വാരം. 1000 പിണ്ടച്ചോറ് ഉണ്ട ദൂഷ്യഫലം അരവയർ വാരച്ചോറുണ്ടാൽ തീരും എന്നാണ് പ്രമാണം. മുൻപ് വാരമിരുന്ന് വേദം ചൊല്ലിയിരുന്നവർ ഏർക്കര രാമൻ നമ്പൂതിരി മാഷ്, കോടനാട് കൃഷ്ണൻ നമ്പൂതിരി എന്നിവരായിരുന്നു. ഇപ്പോൾ വാരമിരിക്കുന്നത് പുഞ്ചപ്പാടം താരങ്ങാട്ടുമന നാരായണൻ നമ്പൂതിരിയാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് ഉദ്ദിഷ്ടകാര്യസാധ്യത്തിന് മത്തവിലാസം കൂത്ത്. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന ഈ കൂത്ത് പ്രാർത്ഥിക്കുക സന്താനഭാഗ്യം, വിവാഹതടസ്സം, ഉദ്ദിഷ്ടകാര്യസാധ്യം എന്നിവയ്ക്ക് വേണ്ടിയാണ്. ഫലം കിട്ടിയ ശേഷം വഴിപാട് നടത്തുക. സ്വന്തമായി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലവ് 35,000 രൂപ വരും. കമ്മിറ്റി നടത്തുന്ന മത്തവിലാസം കൂത്തിൽ പങ്കാളികളാവാൻ അടയ്ക്കേണ്ടത് 1000 രൂപ മാത്രം. അവതരണം ഇരിങ്ങാലക്കുട ചാക്യാർ മഠം നാരായണ ചാക്യാരും സംഘവും. ഇനിയുള്ളത് ഉഴക്കെണ്ണ വഴിപാട്. ജന്മനക്ഷത്ര ദിവസം ദർശനത്തിന് വരുമ്പോൾ 1 ടിൻ എണ്ണ അല്ലെങ്കിൽ കഴിയുന്ന എണ്ണ ഭഗവാനിൽ സമർപ്പിക്കുക. അതിൽ നിന്ന് ഉഴക്കെണ്ണ വീതം എടുത്ത് എല്ലാ ദിവസവും തിരി തെളിയിക്കുന്നു. ആ തിരി തെളിയുന്ന പോലെ നമ്മുടെ ജീവിതവും തെളിയുമെന്നാണ് പ്രമാണം. ഭഗവാന് ചുറ്റുവിളക്കും പ്രധാന വഴിപാടാണ്. ഞങ്ങൾ ക്ഷേത്രാധികാരികളിൽ നിന്നറിഞ്ഞ ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൽ നിന്ന് സമീപ പ്രദേശത്തിലെ ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠാദിനത്തിന് 1 ടിൻ എണ്ണ കൊടുക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രാധികാരികൾ പ്രതിഷ്ഠാദിനത്തിൻ്റെ നോട്ടീസും വൗച്ചറും കൊടുത്താൽ 1 ടിൻ എണ്ണ ഈ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കും. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കോരിച്ചൊരിയുന്ന മഴയും ദേവപ്രീതിക്കായി വരുന്ന ഭക്തർക്ക് ഒരു പ്രശ്നമല്ല. മുട്ടറക്കലിനുള്ള ഷീട്ടുമായി ഭക്തർ കാത്തിരിക്കുകയാണ്. ഹരി ഓം. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ പ്രധാനം. ഇവിടെ വരുന്ന ഭക്തർക്ക് അന്ന് വയറു നിറച്ച് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ കിട്ടും. നല്ല സ്വാദിഷ്ടമായ ഇഡ്ഡലി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്.
നമുക്ക് നാലമ്പലത്തിനുള്ളിലെ ചില ചടങ്ങുകൾ കാണാം. മുട്ടറക്കലും മറ്റു പൂജകളും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഭക്തിയോടുകൂടി കാണണേ. ഹരി ഓം. ഈ കൃഷ്ണൻ്റെ വിഗ്രഹമോ വലിയ മേടിക്കണം ശില്പങ്ങളും ഇതൊക്കെ കിട്ടാനുള്ള യോഗത്തിൽ വരുന്നതാണ്. ചിത്രവും ശില്പങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. ഇതിനും ഒരു സ്വാമിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തോ ചിലപ്പോൾ അങ്ങനെ രണ്ടാൾക്ക് ഒരേ ദോഷം രണ്ടുപേർക്കുണ്ട്. വിദ്യാപൂർവ്വത്താനില്ലേ വിദ്യാമുട്ട് വളരെ നന്നായിരുന്നു കേട്ടോ. ഗണപതി ഹോമം കഴിച്ചോളൂ. ഗണപതിക്ക് കർഗമാലി കുറച്ച് നിൽക്കുക കേട്ടോ. ജാൻവി അത് വേറെ ചരിത്രമുണ്ട് കേട്ടോ. എനിക്ക് ഈ വിദ്യ ഉണ്ടാവാൻ വേണ്ടിയിട്ടേ ദേവീക്ഷേത്രത്തിൽ എപ്പോഴും മുതലും വേണ്ടില്ല കേട്ടോ. ഇവിടെ അയൽക്കാരനാണോ? ഇതിലെവിടെ അതെയാണോ? മനസ്സിലായി കേട്ടോ. മാനങ്ങളെ പ്രാർത്ഥിച്ചു കേട്ടോ. അത്യാവശ്യം ദൂരം അത്യാവശ്യം മതി. മുപ്പത്തഞ്ച് ധാര മേടിക്കുക. മുപ്പത്തഞ്ച് ധാര കേട്ടോ. ഇതാണ് അല്ല ഞാൻ സാറൊരു കാര്യം എനിക്കൊരു ഓടിച്ചു നാട്ടിൽ ഭാഗത്ത് വരുമാനം എന്നാലും ഉണ്ടാവുമല്ലോ. ഉണ്ടാവാതിരിക്കുന്നില്ല. പക്ഷേ കൂടുതലായിട്ട് മാരണോക്കന്മാരും അവരെയാണ് വാങ്ങിച്ചത്. എന്നോട് പറഞ്ഞു Good.
അവിടെ അടുക്കള പ്രസാദം കിട്ടാത്തവരും മേടിച്ചോട്ടോ ഓഫീസിലാണ് ചെട്ടി അത് കഴിയുമ്പോഴേക്കും നമുക്ക് കൊടുക്കാം
ഈ ക്ഷേത്രത്തിൽ നല്ലൊരു നക്ഷത്രവനമുണ്ട് കേട്ടോ. ആ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി അടുത്ത ഭാഗം വരുന്നത് വരെ കാത്തിരിക്കണേ. രണ്ടാം ഭാഗം അതിൻ്റെ ചിത്രീകരണം വരെ കാത്തിരിക്കൂ. ഹരി ഓം.